ഇപ്പോൾ ഞാൻ സതീഷ് ആറ്റിങ്ങൽ PSC വളരെ കുറച്ച് നാളുകളായിട്ട് ഇലക്ട്രീഷ്യൻ, ട്രേഡ് ഇൻസ്ട്രക്ടർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അങ്ങനെ കുറേ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. അത് ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആദ്യത്തെ ഒരു 15 ക്വസ്റ്റ്യൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മുന്നിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ PSCയുടെ ഫസ്റ്റ് പാർട്ടാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ദ പീരിയഡ് ഓഫ് എ വേവ് ഈസ്. പെട്ടെന്ന് നമുക്ക് അറിയാം എന്താണ് ആൻസർ, പക്ഷേ നമുക്ക് ഓപ്ഷൻ വരുമ്പോഴാണ് എല്ലാവർക്കും ഡൗട്ട് ആകുന്നത്. ഓപ്ഷൻസ് പറയുന്നത് സെയിം ഓഫ് ദ ഫ്രീക്വൻസി, ടൈം പീരിയഡ് ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ, എക്സ്പ്രസ് ഇൻ ആംബിയസ്, എക്സ്പ്രസ് ഇൻ വോൾട്ടേജ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ആകെ പക്ഷെ നമുക്ക് ആൻസർ അറിയാം എന്താണ്. ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഈസ് എ വേവ് പീരിയഡ് എന്ന് പറയുന്നത് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോം ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ്. പെട്ടെന്ന് നമുക്കറിയാം ആൻസർ അറിയാം, പക്ഷേ ഓപ്ഷൻ കാണുമ്പോൾ വട്ടായി. പീക്ക് വാല്യൂ ടു RMS വാല്യൂ, RMS വാല്യൂ ടു ആവറേജ് വാല്യൂ, ആവറേജ് വാല്യൂ ടു RMS വാല്യൂ, നൺ ഓഫ് ദ അബവ്. ഈ നൺ ഓഫ് ദ അബവ് കൂടെ കാണുമ്പോൾ ആകെ പ്രശ്നമായി അല്ലേ. ഒന്നുമല്ല, RMS വാല്യൂ ടു ആവറേജ് വാല്യൂ ആണ് നമ്മുടെ RMS വാല്യൂയും ആവറേജ് വാല്യൂ അതിനും തമ്മിലുള്ള അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫോം ഫാക്ടർ. ചോദ്യം, ദ ടൈം പീരിയഡ് ഓഫ് എ സൈൻ വേവ് ഈസ് 1/50 സെക്കൻഡ്, ഇറ്റ് ഫ്രീക്വൻസി ഈസ് ഡാഷ്. ഒരു വേവിന്റെ ടൈം പീരിയഡ് എന്ന് പറയുന്നത്, ഒരു സൈൻ വേവിന്റെ ടൈം പീരിയഡ് എന്ന് പറയുന്നത് 1/50 ആണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് 20 ഹെർട്സ്, 30 ഹെർട്സ്, 1/50 ഹെർട്സ്, നൺ ഓഫ് ദ അബവ്. നമുക്ക് ആകെ വട്ടായി. പലരും 1/50 എന്നൊക്കെ എഴുതും. അല്ല, ആൻസർ നൺ ഓഫ് ദ അബവ് ആണ്. ശരിക്കുള്ള ആൻസർ 50 ഹെർട്സ് ആണ്. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഹീറ്റർ is rated at 240 volt 6 kW AC. The value of 240 volt refers to dash. ഒരു 240 വോൾട്ട് 6 kW ACയിലെ തന്നിട്ടുണ്ട്, റേറ്റിംഗ് തന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂ ആ 240 വോൾട്ട് എന്നുള്ള റെഫറൻസ് എന്താണ്? ഈ 6 kW നമ്മൾ വട്ടാക്കാനുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. ആവറേജ് വോൾട്ടേജ്, പീക്ക് വോൾട്ടേജ്, RMS വോൾട്ടേജ്, നൺ ഓഫ് ദ അബവ്. അവിടെയും നൺ ഓഫ് ദ അബവ് എന്ന് കിടപ്പുണ്ട്. ഇതിനെ നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് RMS വോൾട്ടേജ് ആണ്, 240 വോൾട്ട് എന്ന് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ RMS വാല്യൂ ആൻഡ് മീൻ വാല്യൂ ഈസ് ദ സെയിം ഇൻ ദ കേസ് ഓഫ് ഡാഷ്. RMS വാല്യൂവും മീൻ വാല്യൂവും ഏത് കേസിലാണ് ഒരേപോലെ സെയിം ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കാം. ട്രയാങ്കുലർ വേവ്, സൈൻ വേവ്, ഹാഫ് വേവ് സൈൻ, സ്ക്വയർ വേവ്. അപ്പോൾ സംശയങ്ങളൊക്കെ വരും. നമുക്ക് ട്രയാങ്കുലർ വേവ് ആണോ അതൊക്കെ സംശയം വരും. അത് കഴിഞ്ഞ് ഹാഫ് സൈൻ ആണോ എന്നൊക്കെ സംശയം വരും. ഒന്നുമില്ല, സ്ക്വയർ വേവ് ആണ്. സ്ക്വയർ വേവ് എന്നുള്ളത് ഒന്നുകിൽ പ്യുവർ DC ഡയറക്റ്റ് കറണ്ട്. ഇതിനകത്ത് ഈ സ്ക്വയർ വേവിന് പകരം DC എന്നാണ് കിടന്നതെങ്കിൽ നമുക്കത് ശരിയായിരിക്കും. അതല്ലാത്ത പ്രകാരം അതില്ല, DC ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് സ്ക്വയർ വേവ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം നമുക്ക് ഒരു സെയിം, അതായത് RMS വാല്യൂവും എൻ്റെ മീൻ വാല്യൂവും സെയിം ആവുന്നത് എപ്പോഴും എന്തിലായിരിക്കും? DC അല്ലെങ്കിൽ സ്ക്വയർ വേവിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ പവർ ഫാക്ടർ കറക്ഷൻ ദ കപ്പാസിറ്റേഴ്സ് ആർ റേറ്റഡ് അറ്റ് ഡാഷ്. നമ്മളൊരു പവർ ഫാക്ടർ കറക്ഷൻ നോക്കുമ്പോൾ അതിന്റെ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക്സിലാണെങ്കിൽ മ്യൂഫ്, മൈക്രോഫാരഡ് അല്ലേ, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയല്ല, നമുക്കിവിടെ പവർ ഫാക്ടർ കറക്ഷൻ എങ്ങനെയാണ് പറയുന്നതെന്നാണ് ഇതിന്റെ. നമുക്ക് ഓപ്ഷൻ നോക്കാം. KWH, KVA, KW, KVAR, നൺ ഓഫ് ദ അബവ്. അവിടെ നമുക്ക് 5 ഓപ്ഷൻ വന്നിട്ടുണ്ട് അല്ലേ. ഒന്നുമല്ല, നമുക്കറിയാം EAR അല്ലെങ്കിൽ KVAR തന്നെയാണ് ആൻസർ. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പവർ ഫാക്ടർ ഓഫ് ആൻ ഇൻകാൻഡസെന്റ് ലാമ്പ് ഈസ് ഡാഷ്. ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പവർ ഫാക്ടർ ആലോചിക്കുക. ഇൻകാൻഡസെന്റ് ലാമ്പിനകത്ത് വരുന്ന ഫിലമെന്റ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. അത് പ്യൂവർലി റെസിസ്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിനകത്തൂടെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു അല്ലാത്തൊരു വേവ് പോകുന്നില്ല. അപ്പം <1 യൂണിറ്റി, >1 0.8 ലാഗ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിരിക്കും? പ്യുവർ റെസിസ്റ്റീവിലാണെങ്കിൽ യൂണിറ്റി ആയിരിക്കും. റെസിസ്റ്റീവ് അല്ല, ഇൻഡക്റ്റീവ് ആണെങ്കിൽ ലെസ് ആയിരിക്കും. ഇനി കപ്പാസിറ്റീവ് ആണെങ്കിൽ അത് >1 ആവും. ഒരിക്കലും 0 വരുന്നില്ല, ZPF വരുന്നില്ല, 0.8 ലാഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആൻസർ യൂണിറ്റി ആണ്. ദ ഫംഗ്ഷൻ ആസ് പ്യൂർലി എ റെസിസ്റ്റീവ് ലോഡ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ പവർ ഫാക്ടർ അറ്റ് റെസൊണൻസ് ഇൻ RLC സീരീസ് സർക്യൂട്ട്. ഓപ്ഷൻ നോക്കാം. <1 യൂണിറ്റി, >1 0.8 ലാഗ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു റെസിസ്റ്റൻസ് R എപ്പോഴും എന്താണ്, ഇൻ ഫേസ് ആയിരിക്കും. അതിന്റെ പവർ ഫാക്ടർ യൂണിറ്റി ആയിരിക്കും. ഇനി L വരുമ്പോൾ കുറയും, C വരുമ്പോൾ കൂടും. അപ്പൊ ഈ കുറഞ്ഞ സാധനത്തിനെ
കൂട്ടി യൂണിറ്റി ആക്കാൻ, കാരണം ഒരു കറക്റ്റ് റെസൊണൻസിൽ പോകുന്ന സാധനം സീരീസിനകത്താകുമ്പോൾ ആ എല്ല് വരുന്ന കുറവിനെ കൂട്ടി യൂണിറ്റി ആക്കുന്നത് സി ആണ്. ആർ ഓൾറെഡി സി യൂണിറ്റി ആണ്. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കും. At this point, the inductive reactance equals the capacitive reactance, that is XL minus XC എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ആറും ഇസഡും ഈക്വൽ ആയിട്ട് വരും. അടുത്ത 9ാമത്തെ ചോദ്യത്തിൽ ഫ്രീക്വൻസി ഓഫ് എ മെഷീൻ ഡിപ്പെൻഡ്സ് അപ്പോൺ, ഒരു മെഷീന്റെ ഫ്രീക്വൻസി ഫ്രീക്വൻസി എന്ന് കേൾക്കുമ്പോഴേ അറിയാം അത് DC അല്ല AC ആണോ അല്ലേ? എന്തിനൊക്കെയാണ് ഓപ്ഷൻ നോക്കാം. ആംഗുലർ വെലോസിറ്റി, പെയർ ഓഫ് പോൾസ്, അതായത് സ്പീഡ് ഓഫ് ദ റോട്ടർ, റേറ്റിംഗ് ഓഫ് ദ മെഷീൻ, നാച്ചർ ഓഫ് സപ്ലൈ. അപ്പോൾ നമുക്ക് നോക്കാം. പെയർ ഓഫ് പോൾസ് ആണ്, അതായത് N = 120F/P എന്നുള്ളതാണ്. അടുത്തത് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ് കാൾഡ് ഡാഷ്. ഒരു ഇതിനകത്ത് ഇടയ്ക്കുള്ള ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ പലർക്കും സംശയം വരുന്നൊരു സാധനമാണ്. നമുക്ക് നോക്കാം. RMS വാല്യൂ, ഫോം ഫാക്ടർ, ന്യൂട്രൽ, പവർ ഫാക്ടർ. വോൾട്ടേജിനും കറണ്ടിനും ഇടയ്ക്ക് ന്യൂട്രൽ എന്തായാലും വരില്ല എന്നറിയാലേ. അപ്പോൾ എന്താണ് ഇവിടെ? പവർ ഫാക്ടറാണ്. അപ്പം നമ്മളല്ലാതെ പലതും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഒന്നുമല്ല. ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ AC സർക്യൂട്ട് ഈസ് കാൾഡ് ഫേസ് ആംഗിൾ ഓർ ഫേസ് ഡിഫറൻസ്. ഇറ്റ് ഈസ് ഓഫൺ റെപ്രസെന്റഡ് ബൈ ദ ഗ്രീക്ക് ലെറ്റർ തീറ്റ. അപ്പോൾ നമ്മുടെ ആൻസർ പവർ ഫാക്ടറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലാമിനേറ്റഡ് ആർമേച്ചർ ഇൻ എ DC മെഷീൻ റെഡ്യൂസസ്. ലാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ആർമേച്ചർ, ഒരു DC മെഷീനകത്തുള്ള ആർമേച്ചർ എന്ത് റെഡ്യൂസ് ചെയ്യും? നോക്കി എന്താണ് ചെയ്യുന്നത്? കോപ്പർ ലോസ്, എഡി കറന്റ് ലോസ്, ഹിസ്റ്ററിക് ലോസ്, വിൻഡ് ലോസ്. ഇപ്പൊ വിൻറ്റേജ് ലോസ് ആണോ കോപ്പർ ലോസ് ആണോ ഒരു ചെറിയ സംശയം വന്നു. ഹിസ്റ്ററീസ് അല്ല എന്നറിയാം. ഒന്നുമല്ല. നമ്മുടെ ആൻസർ എഡി കറന്റ് ലോസസ് ആണ്. അയൺ ലോസസ് ഒക്കർ ഇൻ എ DC മെഷീൻ ഈസ് ഡാഷ്. നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെ. അയൺ ലോസസ് എവിടെയാണ് ഒരു DC മെഷീനിൽ? സ്റ്റേറ്റർ, യോക്ക്, ആർമേച്ചർ, പോൾ. അയൺ ലോസ് എപ്പോഴും എവിടെയായിരിക്കും? നമ്മുടെ ആർമേച്ചറിന്റെ അകത്തായിരിക്കും. 13ാമത്തെ ചോദ്യം, ഇൻ എ DC മെഷീൻ എ ബ്രഷസ് പ്രൊവൈഡഡ് ടു ഡാഷ്. ഒരു DC മെഷീനകത്ത് ബ്രഷ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നോക്കാം. എ പാത്ത് ഫോർ ഫ്ലോ ഓഫ് കറണ്ട്, പ്രിവെന്റിംഗ് സ്പാർക്കിംഗ്, റെഡ്യൂസ് നോയ്സ്, റെഡ്യൂസ് ലോസ്. ഇപ്പം നമുക്ക് അറിയാം, ഒരു റൊട്ടേറ്റിംഗ് ഫീൽഡിനെ അല്ലാതെ ഒരു സാധാ ഒരു സ്റ്റേറ്ററായിട്ടുള്ള ഫീൽഡിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? നമുക്ക് ഈ വേറെ ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാത്ത ഒരു മൂവബിൾ വിത്ത് സ്റ്റേബിൾ പോയിന്റ് വേണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ബ്രഷ് എന്ന് പറയുന്നത്. അതായത് എ പാത്ത് ഫോർ ഫ്ലോ ഓഫ് കറണ്ട് ആണ്. ഓക്കെ. അടുത്ത 14ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് എ DC മെഷീൻ. ഒരു DC മെഷീന്റെ റൊട്ടേറ്റിംഗ് പാർട്ട് ഏതാണ്? സ്റ്റേറ്റർ, പോൾ, ആർമേച്ചർ, ബോഡി. ബോഡി അല്ലെന്നറിയാം, സ്റ്റേറ്റർ അല്ലാന്ന് പറയാം. പോളാണോ ആർമേച്ചറാണോ? ഒന്നും സംശയിക്കണ്ട, ആർമേച്ചർ തന്നെയാണ്. ആർമേച്ചറാണ് അതിനകത്ത് കറങ്ങുന്നത്. ആ ആർമേച്ചറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കമ്മ്യൂട്ടേറ്റർ സ്വിച്ച് ചെയ്ത് അതിനകത്തേക്ക് നമുക്ക് എന്താ നമ്മുടെ ബ്രഷ് എല്ലാം കണക്ട് ചെയ്യുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കറണ്ട് ഫ്ലോ ഇൻ ആൻ ആർമേച്ചർ ഇൻ എ DC മെഷീൻ. ഏത് ടൈപ്പ് കറണ്ടാണ് ഒരു DC മെഷീനകത്തുള്ള ആർമേച്ചറിൽ ഉണ്ടാവുന്നത്? സ്വാഭാവികം DC സപ്ലൈ ആണോ, AC സപ്ലൈ ആണോ, പൾസേറ്റിംഗ് ആണോ, നൺ ഓഫ് ദ എബവ് ആണോ? ഒന്നുമല്ല. എവിടെ തന്നെ ആയാലും ജനറേറ്റ് ചെയ്യണമെങ്കിൽ AC സപ്ലൈ വരുള്ളൂ. പിന്നെ എന്താ സംഭവിക്കുക? ഒരു മെക്കാനിക്കൽ ആക്ഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ACയെ DC ആക്കി കൺവേർട്ട് ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇറക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.